വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്ന തിരുവചനം ഇങ്ങനെയാണ്. 11:32. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈ നോമ്പുകാലത്ത് നമുക്ക് ചുറ്റും ക്രിസ്തു ഇല്ലാത്തതുകൊണ്ട് മരിച്ചു വീഴുന്ന അനേകം വ്യക്തികളെ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം. മറിയത്തിൻ്റെ നൊമ്പരം ക്രിസ്തുവിനോട് ഇപ്രകാരമാണ്: അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇന്ന് ഹൃദയത്തിൽ ക്രിസ്തു ഇല്ലാത്തതിൻ്റെ പേരിൽ, ജീവിതത്തിൽ ക്രിസ്തു ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ചുറ്റും മരണത്തിൻ്റെ സംസ്കാരത്തിൽപ്പെട്ട് ജീവിക്കുന്ന അനേകരുണ്ട്. സമ്പത്തുണ്ട്, പക്ഷേ ഹൃദയത്തിൽ ക്രിസ്തുവില്ല. ജീവിത സൗകര്യങ്ങളുണ്ട്, പക്ഷേ ഹൃദയത്തിൽ ക്രിസ്തുവില്ല. വലിയ പദവികളും വിദ്യാഭ്യാസവുമുണ്ട്, പക്ഷേ ഹൃദയത്തിൽ ക്രിസ്തുവില്ല. അതിൻ്റെ പേരിൽ മരണ അവസ്ഥയിൽ ജീവിക്കുന്ന, സമൂഹത്തോട് കടപ്പാടില്ലാതെ, കുടുംബത്തോട് കടപ്പാടില്ലാതെ, സ്നേഹമില്ലാതെ ജീവിക്കുന്ന അനേകർ, പിരിമുറുക്കത്തിൽ ജീവിക്കുന്നവർ, അസ്വസ്ഥതകളിൽ ജീവിക്കുന്നവർ അനേകർ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ നോമ്പുകാലം നമ്മുടെയും ഉള്ളിൽ നിന്ന് വരേണ്ട പ്രാർത്ഥന ഇതാണ്: എൻ്റെ കർത്താവേ, എനിക്ക് ചുറ്റും അങ്ങില്ലാതെ മരിക്കുന്ന അനേകരുടെ ഹൃദയത്തിൽ അങ്ങ് വീണ്ടും ജനിക്കാൻ ഈ നോമ്പുകാലത്തെ ഉപകാരപ്രദമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മളെടുക്കുന്ന ത്യാഗങ്ങളും ഈ നോമ്പുകാലത്ത് നമ്മൾ എടുക്കുന്ന ഉപേക്ഷകളും ഒക്കെ ക്രിസ്തുവില്ലാതെ മരണത്തിൻ്റെ ദിനങ്ങളിലും നിഴലിലും ജീവിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോടൊത്തുള്ള ഐക്യവും ആഹ്ലാദവും അനുഭവിച്ച് ക്രിസ്തു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള വലിയ കാഴ്ച വസ്തുക്കളായി നമ്മുടെ ഈ നോമ്പുകാല പ്രവർത്തികളെ നമുക്ക് കാഴ്ചവെക്കാം.